ഹായ് ഫ്രണ്ട്സ്, ജയ ജീവിതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കട്ടിംഗ് അല്ല, ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതെ, ജീവിതം എന്ന് പറഞ്ഞാൽ ജയ ജീവിതമായിട്ട് ആഘോഷിച്ച് ജീവിക്കുന്ന ഒരാളുടെയാണ് ഇരിക്കുന്നത്. ജയ പുള്ളിക്കാരത്തെ ഇവിടെ നമ്മൾ ഗ്രാൻഡ് ഹയാത്തിൽ റെസിപ്പി കോൺടെസ്റ്റിൽ വന്നപ്പോഴത്തേന് കണ്ടതാണ്, ഷെഫ്സ് ഓൺ ദ റോഡിൽ കണ്ടതാണ്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു ഒരു ചാനലുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് സന്തോഷമായി. ജയജീവിതം എന്നാണ് ചാനലിൻ്റെ പേര്, ജയ എന്നാണ് പുള്ളിക്കാരത്തിയുടെ പേര്, ചാനലിൻ്റെ പേര് ജയജീവിതം. ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നതാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇന്ന് കാണും കേട്ടോ. കാണും, സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൻ അടിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്തോ ഒരു ഗിഫ്റ്റ് 50,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഇപ്പം 43,000 മുകളിലായിട്ടുണ്ട്. 50,000 സബ്സ്ക്രൈബേഴ്സ് വരുമ്പോഴത്തേക്കും ഞാനൊരു മെഷീനാണ് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ പോണത്. പിന്നെ 3 പേർക്ക് തയ്യൽ മെഷീൻ കൊടുക്കാൻ പോണാണ്. 50,000 സബ്സ്ക്രൈബേഴ്സിനും വരുന്ന കമന്റ്സിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടാണ് മെഷീൻ കൊടുക്കാൻ പോകുന്നത്. ഒരാൾക്ക് തയ്യൽ മെഷീൻ, 3 പേർക്ക് പ്രോത്സാഹന സമ്മാനം. 3 പേർക്ക് പ്രോത്സാഹന സമ്മാനം. മറക്കണ്ട. അപ്പോൾ തയ്യൽ മെഷീനും പ്രോത്സാഹന സമ്മാനങ്ങളും ഒക്കെ നറുക്കിട്ടെടുക്കുന്നവർക്ക് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, കൂടെ കുടിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്കിനി ബ്ലൗസിന്റെ തയ്യൽ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞാൻ ബ്ലൗസിന്റെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബാക്ക് പീസ് കട്ട് ചെയ്താണ്. ഞാനിപ്പോൾ അളവൊന്നും നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലൗസിന്റെ തുണി എടുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതാണ്. ഇത് കൈ, ഇതാണ് കൈ കട്ട് ചെയ്തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. കൈ കട്ട് ചെയ്യുമ്പോൾ തികയാണ്ട് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പീസ് ചേർക്കുന്നത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിനൊരു പീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ തുണി തികയാണ്ട് വന്നതുകൊണ്ട് രണ്ടിനും ഞാൻ അങ്ങനെ ഒരു പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയാലോ, ബ്ലൗസിൻ്റെ ബാൻഡ് പീസ് 3 6 വേണം. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിൽ ഉടുപ്പിക്കാനുള്ള, ഹുക്സ് ഉടുപ്പിക്കാനുള്ളത്, കഴുത്തിന് ഉടുപ്പിക്കാനുള്ള എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പം ഞാൻ ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് ആദ്യം ടക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ടക്ക് ഇനി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം കാണിക്കാം, അതിന് ശേഷം ടക്ക് ഇടുന്നത് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ ടക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റ് അളവ്, ഇപ്പം ഞാൻ ഇതിൻ്റെ അളവൊന്നും എടുത്തിട്ടില്ല, നിങ്ങളെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ടക്സ് ഇടുന്നത് ഞാനിപ്പോൾ ഇവിടെ നിന്നും ഒരു 4 കപ്പ് കൂടുതലുള്ളവർക്ക് 4.5 പിടിക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു 4 അടയാളപ്പെടുത്തി. അതിന് ശേഷം ഇവിടെ നിന്നും ഒരു 3 കൂടെ അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് നമ്മൾ 4 അടയാളപ്പെടുത്തി, അതിന് ശേഷം ഒരു 3, അതിന് ശേഷം ഞാൻ നേരെ താഴേക്ക് ഇങ്ങനെ വരയ്ക്കും. അപ്പം കപ്പ് കൂടുതലുള്ളവർക്കാണെങ്കിൽ ഇവിടുത്തെ അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടി കൊടുക്കണമെന്ന്. ഇപ്പോൾ 1, 1.5 ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കപ്പ് വലുതാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 1.25 ഇടുകയാണ്. 2 വശത്ത് 1.25 പോയിന്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്നും ഇങ്ങോട്ടൊന്ന് വരയ്ക്കുക. വരച്ചു. അതിന് ശേഷം നമ്മൾ ഈ കൈക്കുഴിയുടെ ഭാഗത്തു നിന്നുള്ള ടക്കാണ് ഇടുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്നും ഒരു 1, 1.25 ഇവിടെ നിന്നും പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ നേരെ ആയിരിക്കണം. എല്ലാം വിശദമായി ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങളെ ഒന്ന് സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നതിനാണോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നേരെ ഇങ്ങോട്ടൊന്ന് വരച്ചു. എന്നിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ കൈക്കുഴിയിലേക്കുള്ള പോയിന്റ് അടയാളപ്പെടുത്തുന്നതിന്. അതിന് ശേഷം നമ്മൾ ഈ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ നിന്നും ഒരു 1.25 അടയാളപ്പെടുത്തുക. ഇതിൻ്റെ നേരെ തന്നെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് വരയ്ക്കും. അപ്പം ഈ പോയിന്റായി. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ കണ്ടോ. അപ്പം ഈ പോയിന്റിൽ നിന്ന് ഒരു 1.25 അടയാളപ്പെടുത്തുക, ഈ പോയിന്റിൽ നിന്നും. എന്നിട്ട് നമ്മൾ നേരെ ഈ സൈഡിലേക്ക് ഈ ഇതിൻ്റെ സ്റ്റിച്ച് ഇടാത്തവരുണ്ട്, ഇടുന്നവരുണ്ട്. അപ്പം ഞാൻ 3 നിങ്ങളെ 4 ഇട്ട് കാണിക്കുകയാണ്. ഈ മെയിൻ ടക്ക് ഇതാണ്. ഇത് സൈഡ് ടക്ക്, ഇത് കൈക്കുഴിയിലേക്കുള്ള ടക്ക്, ഇത് നമ്മുടെ കൈയുടെ താഴെ സൈഡിലേക്ക് വരുന്ന ടക്കുകളാണ്. ഇങ്ങനെയാണ് ഞാൻ ടക്ക് ഇടുന്നത്. ഇതനുസരിച്ച് വേണം മറ്റേതിൽ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ മറ്റേതും കൂടെ ഒന്ന് പോയിന്റ് ചെയ്യട്ടെ. നമുക്ക് മറ്റേ പീസിൻ്റെ അവിടെയും കൂടെ അടയാളപ്പെടുത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ സൈഡ് പോയിന്റ് ഇല്ലേ, ആ പോയിന്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ രണ്ടും ഒന്നിച്ച് വരും.
ഇനി ഇതിപ്പം ഇങ്ങോട്ടുള്ളത് നമ്മൾ അടയാളപ്പെടുത്തുന്നത്, ഇപ്പം ഞാനൊരു പീസിൻ്റെ കാണിച്ചില്ല, അതുപോലെ തന്നെയാണ് ഇതും കൂടെ അടയാളപ്പെടുത്തുന്നത്. അപ്പം അതൊന്ന് ഞാൻ അടയാളപ്പെടുത്തിട്ടെ. അപ്പം ഞാൻ രണ്ടും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിലർ, ഞാൻ ആദ്യമേ ബ്ലൗസ് അടിക്കുമ്പോൾ ബാക്കും ഇതും ഫ്രണ്ടും കൂടെ യോജിപ്പിച്ചതിന് ശേഷം ആട്ടോ ഞാൻ ടക്ക് ഇടാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് പഠിച്ചോട്ടെ എന്ന് ഓർത്തുകൊണ്ടാണ്. ചിലർ ടക്ക് ഇട്ടതിന് ശേഷം യോജിപ്പിക്കുന്നുണ്ട്, അല്ലാണ്ടും നമുക്ക് ചെയ്യാം. ഞാൻ സാധാരണ യോജിപ്പിച്ചതിന് ശേഷമാണ് ടക്ക് ഇടുന്നത്. അപ്പം നമുക്കിനി ടക്ക് ഇടുന്നത് കാണിക്കാം. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ടക്ക് ഇതാണ് ഇടുന്നത്. ഈ കപ്പിൻ്റെ ടക്കാണ് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ആദ്യം നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതെപ്പോഴും ലെവൽ ചെയ്ത് തന്നെ നിങ്ങൾ പിടിക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ പോയിന്റ് ചെയ്തില്ലേ, ആ പോയിന്റ് ചെയ്ത ഇതിലേക്ക് അടിച്ചു കൊടുക്കുക ആദ്യത്തെ ടക്ക്. ഇത് ഈ അകലം വെച്ചാണ് നമ്മൾ കപ്പ് വലുതാക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 1.25 എടുത്തിട്ടുള്ളൂ. അപ്പം എപ്പോഴും 2 സ്റ്റിച്ച് നിങ്ങൾ അടിക്കണം. ഇനി നമുക്ക് സൈഡുകളിലുള്ള മറ്റേ ടക്കും ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ ടക്ക് ഇട്ടു, കണ്ടോ ഒരു വശത്തെ ടക്ക് ഇട്ടു, ആദ്യത്തെ കപ്പിൻ്റെ ടക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ള 3 ടക്കും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടാമത് ഞാൻ ഇടുന്നത് ഈ കൈക്കുഴിയിലേക്കുള്ള ടക്കാണ് ഇടുന്നത്. അതായത് ഈ ടക്ക് നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. ഇതും നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അതും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നിങ്ങൾ ടക്കിടാവുള്ളൂ. അതായത് ഇത് നേരെ എപ്പോഴും വരണം. എന്നിട്ട് നമ്മൾ പോയിന്റ് ചെയ്തിട്ടില്ലേ, ഇവിടെ പോയിന്റ് ചെയ്തിട്ടില്ലേ, ആ പോയിന്റിലേക്കാണ് ചരിച്ച് അടിച്ചു കൊടുക്കേണ്ടത്. ഇതും എല്ലാം നിങ്ങൾ 2 ടക്ക് ഇടണം കേട്ടോ. ഇപ്പൊ കണ്ടോ ഇത് രണ്ടും നേരെ വന്ന കണ്ടോ. ഇതുപോലെ ഇരിക്കുന്ന നമ്മൾ ആദ്യം ടക്ക് ഇടുമ്പോൾ ആദ്യം ഈ ടക്ക് അടിച്ചു, അതിനുശേഷം കൈക്കുഴിയിലേക്കുള്ള ടക്കാണ് ആദ്യം അടിച്ചു കൊടുക്കുന്നത്. ഉണ്ടോ? അപ്പം നമുക്കിനി സൈഡിൽ 2 ടക്കും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ സൈഡിൽ ഇടുമ്പം ഇത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഇതാണ്ട് ഇങ്ങനെ വേണം പിടിക്കാനായിട്ട്. ഇതിൻ്റെ നേരെ വരുന്ന രീതിയിൽ വേണം നിങ്ങൾ ടക്ക് ഇടാനായിട്ട്. അപ്പം അങ്ങനെ പിടിച്ച് നമുക്കൊന്ന് ടക്കിടാം. ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ നേരെ തന്നെ ഇരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ഇരിക്കണം. അതായത് ഇവിടെ കയറി ഇറങ്ങി പോകരുത് ടക്കിടുമ്പോൾ. അവിടെ ടക്കിടുമ്പോൾ ഒരു 1/4 ഇഞ്ച് അകലത്തിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. എല്ലാ ടക്കും നിങ്ങൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. കണ്ടോ. ഇനിയിപ്പോൾ ഈ വശത്തെ ഒരു ടക്കും കൂടി ഉണ്ട് ഇടാൻ. അതും കൂടി ഇട്ടതിന് ശേഷം ഞാൻ കപ്പ് ശരിക്കും കാണിച്ചു തരാം. ഇത് പിടിക്കുമ്പോഴും നിങ്ങൾ ഈ സൈഡിലെ ടക്ക് ഇടുമ്പോഴും ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ടക്കിൻ്റെ നേരെ തന്നെ ഇങ്ങനെ വരണം. എന്നിട്ട് വേണം നിങ്ങൾ സൈഡ് ടക്ക് ഇട്ട് കൊടുക്കാൻ. സൈഡ് ടക്ക് ഇടുമ്പോൾ എപ്പോഴും ഇത് കൃത്യമായിട്ട് തന്നെ പിടിക്കണം കേട്ടോ. അവിടെയും 1/4 ഇഞ്ച് കൂട്ടിക്കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് വേണം ടക്കിലേക്ക് അടിക്കാനായിട്ട്. അപ്പം ടക്കിൻ്റെ പോയിന്റ് ചെയ്തെടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ചരിച്ച് അടിച്ചു കൊടുക്കണം. നമ്മുടെ എല്ലാ ടക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ. ഇപ്പം നമ്മുടെ ഈ കപ്പ് നല്ല കറക്റ്റ് ആയിരിക്കും. നമ്മൾ അളവെടുത്തല്ല, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. കണ്ടോ, ഒരു വശത്തെ ടക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റേ വശമുള്ള ടക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ആദ്യമേ ഈ കപ്പിൻ്റെ ടക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് മറ്റേത് കാണിച്ച പോലെ ഇതും അതുപോലെ തന്നെ ഈ കൈക്കുഴിയിലേക്കുള്ള ടക്ക് ഇട്ട് കൊടുക്കാം. പിടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. കണ്ടോ, ഇത് നേരെ ഇരിക്കണം. ഈ ടക്ക് വരുന്ന മൂല തന്നെ ഇവിടെ വന്ന് ചേരണം കേട്ടോ. ഇപ്പം ഞാൻ ഈ മെയിൻ ടക്കും കൈക്കുഴിയിലേക്കുള്ള ടക്കുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ സൈഡ് ടക്ക്, ഒരു ട്രിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഈ സൈഡ്, അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഹുക്സ് വെക്കാനെടുത്ത് നമ്മൾ ഈ ടക്ക് ഇടുമ്പോൾ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും നേരെ ഇരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പം നമുക്ക് കയറി ഇറങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യമേ നിങ്ങൾ തയ്യൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെ ആദ്യമേ ഈ മോളിൽ തൊട്ട് നിങ്ങൾ ആദ്യം ഒന്ന് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ അതേ കയറി ഇറങ്ങി വന്നേക്കണം. ഇവിടെ ടക്ക് വരുമ്പോൾ ഇത് കറക്റ്റ് ആവും. അപ്പം ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ടക്ക് വന്നിട്ടില്ലേ, അവിടെ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം നമ്മൾ മോളിൽ നിന്നല്ലേ ലെവൽ ചെയ്തേക്കുന്നത്, ഇനി അതുപോലെ തന്നെ ഇത് ഇറക്കി ഈ താഴെ നിന്നും നിങ്ങൾ ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ട് ഇവിടെ ഒരു പോയിന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ടക്സ് ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും കൃത്യമായിട്ട് തന്നെ കിട്ടും. ഇപ്പം ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത് രണ്ടും ഒരേപോലെ വന്നിരിക്കുന്നത്. അപ്പം ആദ്യം നിങ്ങൾ ഈ മോളിൽ നിന്ന് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഈ പോയിന്റിൻ്റെ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം താഴേന്നും ഇങ്ങനെ പിടിച്ച് ലെവലാക്കി പിടിച്ചതിന് ശേഷം ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ രണ്ട് ടക്കും ഇങ്ങനെ പിടിച്ച് നിങ്ങൾ ഇട്ട് നോക്കുക. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. അപ്പം നമുക്കതൊന്ന് ഇട്ട് നോക്കാം. അപ്പം ഞാൻ പോയിന്റ് ചെയ്ത പോലെയാണ് നിങ്ങളെ ഒന്ന് അടിച്ച് കാണിക്കുന്നത് കേട്ടോ. നമുക്കിനി നോക്കാം ഒരേപോലെയാണോ എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങളെ ഒരു പോയിന്റ് ഇട്ട് കാണിച്ചല്ലോ. ഈ സൈഡ് ടക്ക് ഒരുപോലെ വരണമെന്ന് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. ഇപ്പം നമ്മുടെ രണ്ട് ടക്കും കണ്ടോ ഒരേപോലെ വന്നേക്കുന്നുണ്ടോ. അപ്പം ഉണ്ടോ ചിലതുണ്ട് ഇങ്ങനെ കയറി ഇറങ്ങിയിരിക്കും. ഇങ്ങനെ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായില്ലേ. ഇനി നമുക്ക് ബാക്കി ടക്കും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റുള്ള ടക്കും കൂടെ നമുക്ക് അടിച്ചിട്ട് ഞാൻ അതിൻ്റെ കപ്പ് കാണിച്ചു തരാവേ. അപ്പം ഞാൻ കപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കിക്കേ കണ്ടോ. ഇതാണ് നമ്മുടെ നല്ലതായിട്ട് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു ടക്കിൻ്റെ രീതിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പലരും പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്, എങ്കിലും ഞാൻ എൻ്റെ രീതിയിലാണ് നിങ്ങളെ കാണിച്ചു തന്നത്. നിങ്ങളൊന്ന് ഈ ടക്കൊന്ന് തയ്ച്ച് നോക്കുക. അപ്പം മനസ്സിലായല്ലോ. ഫ്രണ്ടിലെ ടക്ക് ഇടുന്നതും അളവുകൾ കൃത്യമായിട്ട് ഞാൻ വേറെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കുക. അപ്പം നമുക്കിനി ഇതിൻ്റെ ഈ ബാക്ക് പീസ് ഒന്ന് യോജിപ്പിക്കാം. അപ്പം ഞാൻ ബാക്ക് പീസ് വെക്കണ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ടക്കിട്ട തുണി 2 എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെക്കുമ്പം ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറിഞ്ഞു പോകും. അതായത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കപ്പ് കണ്ടോ. അപ്പം ഒരു കാര്യം ചെയ്യണം, നിങ്ങളിത് എടുക്കുമ്പോഴത്തേക്കും തിരിച്ച് വെച്ച് കൊടുക്കണം. നിങ്ങൾ കപ്പ് ഇട്ട നല്ല വശമില്ലേ, ആ നല്ല വശം ഈ ഒരു സൈഡിൽ വെക്കുക. മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുക. കണ്ടോ, ആ കപ്പ് അടിച്ച ചീത്ത ഭാഗം മുകളിലേക്ക് വെക്കുക. അതായത് നല്ല ഭാഗവും കൂടെ തമ്മിൽ ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് നിങ്ങൾ 2 ഷോൾഡറും അടിക്കുക. അപ്പം മാറിപ്പോകത്തില്ല കേട്ടോ. അപ്പം നമുക്ക് 2 ഷോൾഡറും ഒന്ന് അടിച്ചെടുക്കാം. ഇതും ഷോൾഡർ അടിക്കുമ്പോൾ നിങ്ങൾ 2 സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഈ നൂല് ഇവിടെ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഷോൾഡർ അടിച്ചു കൊടുക്കാം. അതായത് ഇപ്പം ഞാൻ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ആ പീസ് ഇങ്ങനെ മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം അടിച്ചു കൊടുക്കാം. അപ്പം നൂല് പൊട്ടിക്കാതെ ചെയ്യുന്ന രീതി കേട്ടോ ഞാൻ കാണിച്ചത്. ഒരു 1/4 ഇഞ്ച് വെച്ച് അടിച്ചു കൊടുക്കുക. 2 സ്റ്റിച്ചിങ് അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കപ്പും ഇട്ടിട്ടുണ്ട്, ഷോൾഡറും കൂട്ടിയടിച്ചു. അപ്പം നമ്മൾ 2 ഷോൾഡറും കപ്പ് ഇട്ടതിന് ശേഷം 2 ഷോൾഡറും കൂട്ടി അടിച്ചിട്ട് ഇതാണ് കൂട്ടിയടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാൻഡ് പീസ് ബ്രേസർ പട്ട വെച്ച് കൊടുക്കണം. പിന്നെ ഹുക്സ് വെക്കാനുണ്ട്, ആക്കി വെക്കാനുള്ളതുണ്ട്. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ബ്രേസർ പട്ട വെക്കുന്നത് കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മൾ 6 പീസ് എടുത്തിട്ടുണ്ട്. അതായത് ഇത് തികയാത്തതുകൊണ്ട് വേറൊരു കളറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ തുണി ഇവിടെ കൊണ്ടുവന്നത് കുറവായിരുന്നു. കാരണം അത് ഇത് കണ്ടോ, ഇതുപോലെ പ്രിന്റഡ് ഒക്കെ വരും. അത് ചിലവർക്ക് ഈ പ്രിന്റഡ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. ഇത് തുണി തികയാത്തതുകൊണ്ട് എനിക്കിത് ഇങ്ങനെ വെട്ടാനാണ് പറ്റിയത്. അപ്പം നിങ്ങളത് വെട്ടുമ്പോൾ ഈ പ്രിന്റഡ് ഒക്കെ അഥവാ തികയാണ്ട് എടുക്കണമെങ്കിൽ പോലും ഇങ്ങനെ സാരി മറയുന്ന വശത്ത് വെച്ച് എടുക്കണം. ബാക്കിലൊന്നും വരാണ്ട് നിങ്ങൾ ഇത് കട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇതിന് നമുക്ക് 2 പീസേ നല്ലത് കിട്ടിയിട്ടുള്ളൂ. മുകളിലും 2 വശവും ഫ്രണ്ടിൽ വരുന്ന വശം മാത്രമേ വിട്ടിട്ട് ബാക്കി നമ്മൾ എക്സ്ട്രാ പീസ് എടുത്തിരിക്കുകയാണ്. അപ്പം ഇത് ചിലർ ചോദിച്ചിട്ടുണ്ടാവുന്നു മാറിപ്പോകുന്നു ചോദിച്ചാൽ അതൊന്ന് ശരിക്കും കാണിക്കാവോന്ന്. അപ്പം ഇത് ഒന്ന് ശരിക്കും എല്ലാവരും കണ്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇത് നല്ല പീസ് 2 ആണല്ലോ. അപ്പോൾ അത് രണ്ടും ഇങ്ങനെ മുഖത്തോട് മുഖം നിങ്ങൾ ആദ്യം വെക്കുക. ഇങ്ങനെ മുഖത്തോട് മുഖം വെക്കുക. മാറിപ്പോകുന്നവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. എന്നിട്ട് ഈ 2 നമ്മൾ എക്സ്ട്രാ പീസ് എടുത്തിട്ടില്ലേ, ആ എക്സ്ട്രാ പീസ് നിങ്ങൾ ആദ്യം ഇവിടെ ഒന്നിങ്ങനെ വെക്കുക. മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം ആ നല്ല പീസ് ഫ്രണ്ടിലേക്ക് വരുന്ന പീസ് എപ്പോഴും നിങ്ങൾ അടി വെക്കണം. അതായത് ഇത് അടിക്കുമ്പോൾ പുറകിലേക്ക് പോകാനുള്ളതാണ്. അപ്പം നമുക്കിത് ഫ്രണ്ടിലേക്ക് വരും. അപ്പം ആദ്യം നിങ്ങൾക്ക് ശരിയാകാത്തവർ ഉടനെ ഇങ്ങനെ ചെയ്യുക. ഈ നല്ല പീസ് ഏറ്റവും അടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് എക്സ്ട്രാ പീസ് ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ പീസ് നിങ്ങളൊന്ന് വെക്കുക. ഇത് രണ്ടും മുഖത്തോട് മുഖം, അതായത് ബ്രേസർ കട്ടിൻ്റെ ചെരിച്ച് വെട്ടുന്ന സ്ഥലമില്ലേ, അത് രണ്ടും കൂടെ മുഖത്തോട് മുഖം വരുന്നതിന് ശേഷം താഴെ വെച്ചതിന് ശേഷം നിങ്ങൾ എക്സ്ട്രാ പീസ് മറിക്കാനുള്ള പീസ് ഇങ്ങനെ വെച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് മാറിപ്പോവില്ല. അതിനുശേഷം നിങ്ങൾ ഇത് രണ്ടും താഴെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതെടുത്ത് ഒന്ന് അടിക്കുക. ഇപ്പം മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഉടനെ നിങ്ങളൊന്ന് ആദ്യം ഇതെടുത്ത് അടിക്കുക. ആദ്യമേ നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെയായാലും ഇത് മാറിപ്പോവും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ അത് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം നമ്മളിങ്ങനെ ഒരു എക്സ്ട്രാ പീസ് എടുത്തത് ഇപ്പം മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം ഇങ്ങനെയൊന്ന് അടിച്ചെടുത്തില്ലേ. അപ്പം ഈ 2 പീസാണ് നമ്മുടെ ഇപ്പുറത്തേക്ക് പുറകിലേക്ക് പോകുന്നത്. അതായത് ഈ അടിച്ച തുമ്പ് ഈ എക്സ്ട്രാ പീസ് ബാക്കിലേക്ക് പോകുന്ന വശത്തേക്ക് പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് പതിച്ചടിക്കുക. ഇത് നമ്മുടെ ഫ്രണ്ട് പീസാണ്, ഫ്രണ്ടിലേക്ക് വരുന്ന നല്ല വശമാണ്. അപ്പം നമ്മൾ ഇവിടെ അടിക്കരുത്. ഈ തുമ്പ്, ഈ നമ്മുടെ അകത്തേക്ക് പോകാനുള്ള തുമ്പ് ഒപ്പം വെച്ചതിന് ശേഷം ഈ ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്കിത് ഒത്തിരി മാറി പോവായിരുന്നു, ഒട്ടും ശരിയാവില്ലായിരുന്നു. അതുകൊണ്ട് ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മാറാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിത് അടിച്ചെടുത്തു. അപ്പോൾ ഇത് ബാക്കിലേക്ക് പോകുന്ന പീസാണ്, കണ്ടോ. ഇത് ബാക്കിലേക്ക് പോയി ഇത് നമ്മുടെ ഈ ഫ്രണ്ടിലേക്ക് വരുന്ന പീസാണ്. അപ്പോൾ ഒന്ന് ഇത് കിട്ടിയല്ലോ. ഇനി അടുത്ത പീസ് നമ്മൾ അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം നമ്മൾ മുഖത്തോട് മുഖം വെച്ചിട്ട് ഒരു വശത്തെ പീസ് അടിച്ചെടുത്തു. ഇനി അടുത്ത പീസ് നമുക്കൊന്ന് അടിക്കാം. അപ്പം ഇത് എടുക്കാണ്ട് തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് അടിച്ചു നോക്കുക. അപ്പോൾ ഒട്ടും മാറിപ്പോകില്ല. ആദ്യം ഞാൻ ഈ കൂടിയ വശത്തു നിന്നാണ് അടിച്ചത്. അത് രണ്ടാമത് നമ്മൾ ഈ വശം തന്നെ ഒന്ന് അടിക്കുക. അതായത് മറ്റേ വശം, അതായത് വീതി കുറഞ്ഞ വശത്തു നിന്ന് അടിച്ചു തുടങ്ങാം. ഞാൻ ആദ്യം വീതി കുറഞ്ഞ, രണ്ടാമത് അടിച്ചത് വീതി കുറഞ്ഞ സ്ഥലത്തു നിന്നാണ് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാണിക്കാനാണ്. അപ്പം നമ്മൾ ആദ്യം അടിച്ചെടുത്ത പീസ് ഇതാണ്. രണ്ടാമത് വീതി കുറഞ്ഞ, ആദ്യം വീതി കൂടിയ വശം നിന്നാണ് ഞാൻ അടിച്ചത്. രണ്ടാമത് വീതി കുറഞ്ഞ വശം നിന്ന് തുടങ്ങി. അപ്പം നിങ്ങൾക്കത് മാറിപ്പോകാണ്ടിരിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇപ്പം ഞാൻ നിങ്ങളെ ഈ പീസ് കാണിച്ചു തന്നു എന്ന് പറഞ്ഞ പോലെ ബാക്കിലേക്ക് പോകുന്ന പീസും ഈ തയ്യൽ തുമ്പും കൂടെ ഈ ബാക്കിലേക്ക് പോകുന്ന പീസിൻ്റെ ആ വശത്തേക്ക് വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പതിച്ചടിക്കുക. അതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അടിക്കാം. വലിയ സൈഡിൽ നിന്നും അടിക്കാം, അല്ലെങ്കിൽ ചെറിയ സൈഡിൽ നിന്നും അടിക്കാം. അപ്പം ഞാൻ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം അടിച്ച സൈഡ് ഇതാണ്, രണ്ടാമത് അടിച്ച സൈഡ് കണ്ടോ. ഇപ്പോൾ കണ്ടോ, മാറിപ്പോകാണ്ട് കിട്ടിയ കണ്ടോ. അപ്പം ആദ്യം തയ്യൽ പഠിക്കുന്നവർ ഞാനിപ്പോൾ ചെയ്ത രീതിയിൽ ശരിക്കും പഠിച്ചെടുക്കുക. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തന്നെ അത് ചെയ്തു പോകും. അപ്പോൾ പഠിക്കാനുള്ളവർ ആദ്യം ഞാനിപ്പോൾ ഈ കാണിച്ച രീതി തന്നെ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ മോള് വശം നമ്മൾ അടിച്ചിട്ടില്ല. അതിന് ശേഷം ഇതൊന്നിച്ച് വെച്ചതിന് ശേഷം നമ്മളിവിടെ അടിക്കാനുള്ള സ്ഥലം 1/4 ഇഞ്ച് വിട്ട് ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ 1/4 ഇഞ്ച് വിട്ട്
ഇതൊന്ന് അടിച്ച് ആദ്യം എടുത്ത് കട്ട് ചെയ്ത് ലെവലാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രാ തുണി വന്നു എന്ന് ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ രണ്ടാമത് എല്ലാം ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പം നമ്മളിവിടെ പോയിന്റ് ചെയ്തില്ലേ, ആ പോയിന്റ് ചെയ്ത് വെച്ച് അടിച്ചെടുക്കുക. അപ്പോൾ രണ്ട് വശം ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, ഇപ്പം നമ്മൾ രണ്ട് വശം അടിച്ചെടുത്തു. ഇനി ഇത് ഈ എക്സ്ട്രാ വന്നേക്കണമൊക്കെ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് ബ്രേസർ പട്ടയം ഞാൻ അടിക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അടിച്ചിട്ട് ഈ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്ലൗസിലേക്കൊന്ന് പിടിപ്പിക്കാം. അപ്പം നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ രണ്ട് പീസ് അടിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഈ പീസ് വീതി കൂടിയ വശം നമ്മൾ ഇവിടെ വെക്കണം. അതായത് ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചീത്തവശം നല്ല വശത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മറിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളിത് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വീതി കൂടിയ വശം, അതായത് ഇത് ഇങ്ങനെ വരണം. അതായത് ഈ നല്ല വശം വന്നിട്ടില്ലേ, നമ്മൾ പട്ടയുടെ നല്ല വശം അടിച്ചെടുത്തില്ലേ, ആ നല്ല വശവും ബ്ലൗസിൻ്റെ നല്ല വശം കൂടി മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം വേണം നമ്മൾ ഈ പട്ട അടിച്ചെടുക്കാൻ. അല്ലെങ്കിൽ ഇത് ഫ്രണ്ടിലേക്കായി പോകും. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് മറിച്ച് കഴിയുമ്പം ഇങ്ങനെ ആയിപ്പോവും. കണ്ടോ, ബാക്കിൽ ചീത്ത വശം മുകളിലേക്ക് വരും. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ഈ നല്ല വശവും മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇതിലേക്ക് ഈ ബ്രേസർ പട്ട വെക്കാനായിട്ട്. നമുക്കനി അതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾ അടിക്കുമ്പം ഇവിടെ ആദ്യം ഒന്ന് നിങ്ങൾ സൂചി കുത്തിയതിന് ശേഷം ഈ ടക്കില്ലേ, ഈ പോയിന്റ്, അതായത് ബ്ലൗസിനെ നമ്മൾ ഈ മെയിൻ പോയിന്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ പോയിന്റ് ഇങ്ങനെ മറിച്ച് വെക്കണം. അതായത് നമ്മുടെ ഈ വലിയ വീതിയുള്ള വശത്തേക്ക് ചെരിച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ മറിച്ച് കൊടുക്കണം. അതായത് ഇത് കണ്ടോ, കാണിച്ചു തരാം. ഈ സാധനം, ഈ മെയിൻ പട്ട നമ്മളിത് വെക്കുമ്പം ഈ വീതി കൂടിയ വശത്തേക്ക് നമ്മൾ ഇതിങ്ങനെ ഒന്ന് മറിച്ച് വെച്ചതിന് ശേഷം ഇവിടെ വേണം അടിക്കാൻ. അല്ല ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ ആ ടക്ക് ഒരു ലെവലില്ലാണ്ട് പോകും. അപ്പോൾ ഇത് എപ്പോഴും നിങ്ങൾ ഈ വശത്തേക്ക് ഇങ്ങനെ വെച്ച് മറിച്ച് വെച്ചതിന് ശേഷം വേണം ഈ പട്ട നമ്മളിവിടെ യോജിപ്പിക്കാനായിട്ട്. അതും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇവിടെ സൂചി കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് അടിക്കാൻ തുടങ്ങുക. അടിച്ച് നമ്മൾ ഈ മെയിൻ ടക്കിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് നിർത്തിയതിന് ശേഷം നമ്മൾ ഈ ടക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക്, അതായത് വീതി കൂടിയ വശത്തേക്ക് ഇങ്ങനെ ഒന്ന് മറിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മാറ്റി പിടിക്കുക. എന്നിട്ട് ഇതകത്തേക്ക് വെച്ചിട്ട് ഈ പീസ് രണ്ടും കൂടെ ഒരേപോലെ വെച്ചിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അടിച്ചു കഴിയുമ്പോൾ ഇതാ ഉണ്ടോ, ഈ പീസ് ഇങ്ങനെ മറിച്ച് വെക്കണമെന്നാണ് പറഞ്ഞത്. ഇതിങ്ങനെ ലെവൽ ചെയ്ത് അടിച്ച് വരരുത്. ഇതിങ്ങനെ മറിച്ച് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതിങ്ങനെ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് 2 സ്റ്റിച്ച് ചെയ്യണം. ഞാനിത് 2 സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് ഇനി അടുത്ത ഭാഗം കൂടെ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് മറ്റേ ഭാഗം കൂടെ ഒന്ന് വെക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾ വെക്കുക. ഇത് കണ്ടോ, ഇതും ഇതുപോലെ തന്നെ മുഖത്തോട് മുഖം വെച്ചതിന് കണ്ടോ, ഇങ്ങനെ മുഖത്തോട് മുഖം, അതായത് ഇങ്ങനെ മുഖത്തോട് മുഖം വെച്ചതിന് ശേഷം നിങ്ങൾ വെക്കാവുള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു ഇവിടുത്തെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്കും കൂടെ പറഞ്ഞു തരാം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ നമ്മൾക്കിങ്ങനെ ഇതിൻ്റെ 2 ലെവലും ഒരേപോലെ വരണം. അതായത് ഈ 2 വശത്തും വെക്കുന്ന ബ്രേസർ പട്ട ഒരേ ലെവല് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ട്രിക്ക്, അതായത് ഇവിടെ ഒന്ന് നിങ്ങൾ അടയാളപ്പെടുത്തുക. അപ്പം നിങ്ങൾ ബ്ലൗസിലേക്ക് വെച്ച് കൊടുക്കുമ്പം ഈ ലെവലിലേക്കും കൂടെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമുള്ള അകലെ ഒരേപോലെ കിട്ടും. അപ്പോൾ ഇവിടെ ഒന്ന് ഈ ആ സ്റ്റിച്ച് വന്നേക്കേണ്ട അവിടെ ഒന്ന് നിങ്ങൾ പോയിന്റ് ചെയ്യുക. എന്നിട്ട് ബ്ലൗസിലേക്ക് വെച്ച് കൊടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു പോയിന്റ് ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾ ഈ ഫ്രണ്ടിൽ ഒരേപോലെ ലെവൽ പിടിച്ചതിന് ശേഷം അപ്പം മാറിപ്പോകാണ്ടിരിക്കുക, ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതും കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു അടുപ്പ് വന്നിട്ടില്ല, നമ്മൾ ബ്രേസർപ്പട്ട കൂട്ടി വെപ്പിച്ച ആ സ്റ്റിച്ച് വരുന്ന അവിടെ നിങ്ങൾ ഇങ്ങനെ ലെവൽ ചെയ്ത് ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇവിടെയും കൂടെ ഒരു പോയിന്റ് ചെയ്യുക.
ഇവിടെയും കൂടെ ഒരു പോയിന്റ് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബ്രേസർ പട്ടയ്ക്ക് ഒരു പോയിന്റ് ചെയ്തില്ലേ, ആ പോയിന്റും ഈ പോയിന്റും കൂടെ ഒന്നിച്ച് വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ വെക്കുമ്പം ഒരേ ലെവൽ വരും. അതിപ്പോൾ ഞാൻ അടിച്ചിട്ട് കാണിക്കാം. ഈ 2 പോയിന്റും കൂടെ ഒന്നിച്ച് വെച്ച് ഞാൻ അടിച്ചെടുക്കട്ടെ. രണ്ടാമത്തെ അടിക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ, മറ്റേ പീസായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, ഇത് ദേ ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മറിച്ച് വെക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ 2 പീസും കൂടെ യോജിപ്പിക്കാനായിട്ട്. ഇങ്ങനെ നിങ്ങളിപ്പോൾ പോയിന്റ് ചെയ്ത് കാണിച്ച് എന്തിനാണ് ഇപ്പോൾ മനസ്സിലായോ? അതെ, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ച് നിങ്ങൾ ഈ സ്റ്റിച്ച് ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ പോയിന്റ് കറക്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രേസർ പട്ടയുടെ പോയിന്റും കറക്റ്റ് വന്നിട്ടുണ്ട്. അതേ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയിന്റ് ചെയ്ത് അടിക്കാൻ പറഞ്ഞത്. കണ്ടോ, ഒരേപോലെ വന്ന കണ്ടോ. അപ്പം നമ്മൾ ഈ ഹുക്സിൻ്റെയും മറ്റേ ആക്കിയുടെയും പീസ് വെക്കുമ്പോഴത്തേക്കും ഇത് 2 സ്റ്റിച്ചുകളും ഒരേ ലെവലിൽ കിട്ടും. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോയിന്റ് ചെയ്ത് അടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഇച്ചിരി വീതി കൂടിയത് വെട്ടിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആക്കി വെക്കാനുള്ളതാണ്. ഇത് വീതി കുറഞ്ഞത് നമുക്ക് ഹുക്സ് വെക്കാനുള്ള, ഇത് ആക്കി വെക്കാനുള്ളതും ഇത് ഹുക്സ് വെക്കാനുള്ള 2 പീസുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഞാൻ ഹുക്സ് വെക്കാനുള്ള പീസാണ് അടിക്കുന്നത്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കയറി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി കൂടുതൽ തുണി എടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് കാലിഞ്ചി വിട്ട് നിങ്ങൾ മുഖത്ത് ഇങ്ങനെ വെച്ച് അടിച്ചെടുക്കുക. ആദ്യം ഫ്രണ്ട് പീസ്, അതായത് നല്ല ഹുക്സ് വെക്കാനുള്ള പീസ് അടിക്കേണ്ടത് ആദ്യം നല്ല വശത്ത് വെച്ചാണ് അടിക്കേണ്ടത് കേട്ടോ. ആദ്യം നമ്മൾ നല്ല വശത്ത് തന്നെ വെച്ചിട്ട് ഈ പീസ് ഒന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഇവിടെ ഒന്ന് നിങ്ങൾ പതിച്ചടിക്കണം. ഇവിടെ ആദ്യമേ ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം. നല്ല വശത്ത് വെച്ചിട്ടാണ് ഹുക്സിൻ്റെ പീസ് ആദ്യം വെക്കുന്നത്. അതിനുശേഷം ഇങ്ങനെയൊന്ന് നിങ്ങൾ പതിച്ചടിച്ചു കൊടുക്കണം. ഞാൻ പതിച്ചടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് ഇച്ചിരി കൂടുതലാണ് കടുത്ത, അപ്പോൾ ഇച്ചിരി കട്ട് ചെയ്ത് കളയുക, ഒരു ശകലം കട്ട് ചെയ്ത് കളയുക. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി കൊടുക്കുക. നമ്മളെ പതിച്ചഴിച്ചതിന് ശേഷം ബാക്കി വന്ന തുണി അകത്തേക്ക് വെക്കണം കേട്ടോ. ഇങ്ങനെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ട് മറിക്കുക. ഇപ്പം നമ്മൾ പതിച്ചടിച്ചില്ലേ, അത് അകത്തേക്ക് പോകണം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പോകണം. കണ്ടോ, ഇങ്ങനെ വേണം നിങ്ങൾ മടക്കാനായിട്ട്. നമ്മൾ പതിച്ചടിച്ച വശം അകത്തേക്ക് പോകണം. ഇങ്ങനെ ഈ തുമ്പ് അകത്തേക്കും വെച്ചതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ പിടിക്കുക. അതിനുശേഷം ഈ പീസ് ഒരു 1/2 ഇഞ്ച് മതി ഇങ്ങനെ അകത്തേക്ക് മറിക്കുക. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മറിച്ച് എടുക്കുക ആദ്യം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. ഇവിടെ അത് ഞാൻ അടിച്ചിട്ട് കാണിക്കാം. ആദ്യം നിങ്ങൾ പതിച്ചടിച്ച വശം അകത്തേക്ക് ആക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് രീതിയിൽ അടിച്ചു കൊടുക്കണം. ഇവിടുന്ന് തൊട്ട് തുടങ്ങണം, എന്നിട്ട് ഇങ്ങോട്ട് അടിക്കണം. അപ്പോൾ നമുക്കതൊന്ന് അടിച്ച് കാണിക്കാം. നമ്മൾ ഈ നല്ല വശത്ത് വെച്ച് പീസ് അടിച്ചതിന് ശേഷം ഇവിടെ പതിച്ചടിച്ചിട്ടില്ലേ, ആ പതിച്ചടിച്ച വശം അകത്തേക്ക് ആക്കി ഈ തുമ്പ് അകത്തേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ അകത്തേക്ക് വെച്ചതിന് ശേഷം ഈ പതിച്ചടിച്ച വശം അകത്തേക്ക് വേണം. ഇത് കണ്ടോ, ഇങ്ങനെ. അതിനുശേഷം നമ്മൾ ഇവിടെ ബാക്കി തുണി വരുന്നുണ്ട്, അത് ഇത്രയും വീതിക്കല്ല അടിക്കേണ്ടത്. ഇത് നമ്മൾ അകത്തേക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കണം. ഇങ്ങനെ കണ്ടോ, ഇവിടെ ഒരു 1/2 ഇഞ്ച് ഹുക്സിനുള്ള പീസല്ലേ, അപ്പം നമുക്ക് ഒരു 1/2 ഇഞ്ച് വന്നാൽ മതി. ഇത് കണ്ടോ, ഈ അടിച്ച പീസ് പതിച്ചടിച്ച പീസ് അകത്തേക്ക് വരണം. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് അടിച്ച മോള് വരെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ അടിക്കുമ്പം ലോക്കിട്ട് വേണം കേട്ടോ അടിക്കാൻ. ഞാൻ ഒന്നിനും ലോക്കിട്ടില്ല. ലോക്ക് ഇട്ടതിന് ശേഷം അല്ലെങ്കിൽ വിട്ടുപോകും. ഇവിടെ കുത്തി നിർത്തുക. ഈ മൂലയിൽ നമ്മൾ മറച്ചു വെച്ചിട്ടില്ല, അവിടെ കുത്തി നിർത്തിയതിന് ശേഷം ഇങ്ങനെ തിരിച്ചു വെച്ചതിന് ശേഷം ഈ ഒരേപോലെ മടക്കി ആദ്യം വയ്ക്കുക. 1/2 ഇഞ്ചോളം വരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഇത് മോള് വരെ ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് അടിച്ചെടുക്കുക.
കണ്ടോ? ഇപ്പം നമ്മൾ ഹുക്സ് വെക്കാനുള്ള പീസ് അടിച്ചെടുത്തു. കണ്ടോ? പതിച്ചടിച്ച വശം അകത്തേക്ക് പോയി കണ്ടോ? ഇപ്പം നമ്മൾക്കിവിടെ ആ തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല. അകത്തെ തുണി പുറത്തേക്ക് വന്ന തുണി അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ അടിച്ചെടുത്തു. ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ആക്കി വെക്കുന്ന പീസും കൂടെ അടിച്ചെടുക്കാം. ആക്കി വെക്കുന്ന പീസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എപ്പോഴും ഈ അകത്തുനിന്ന് വേണം വെക്കാനായിട്ട്. അകത്തുനിന്ന് വെച്ച് പുറത്തേക്കാണ് അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഇത് ഇങ്ങോട്ടാണ് മറിക്കുന്നത്. അത് ഞാൻ അടിച്ചതിന് ശേഷം കാണിച്ചു തരാം. അതും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും കേട്ടോ. അതൊന്നും ആരും പേടിക്കണ്ട. ഇത് തയ്ച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഓരോന്നും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കിങ്ങനെ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ആദ്യമൊക്കെ നിങ്ങൾ ഇച്ചിരി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ബ്ലൗസ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ? ചീത്ത വശത്ത് വെച്ച് കണ്ടോ? ഈ പീസ് ഞാൻ അടിച്ചെടുത്തു. അതിന് ശേഷം ഇത് ഇങ്ങോട്ട് മറിക്കണം. ഇത് ഈ തയ്യൽ തുമ്പ് അകത്തേക്ക് വെച്ചതിന് ശേഷം ഇങ്ങോട്ടാണ് മറിക്കേണ്ടത്. അതായത് നല്ല വശത്തേക്കാണ് നമുക്ക് മറിച്ചു കൊടുക്കേണ്ടത്. മറിച്ചു കൊടുക്കുമ്പം ആദ്യം ഈ പീസിൻ്റെ അരികൊന്ന് അടിച്ചെടുക്കണം. ഇങ്ങനെ മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് വേണം ഇവിടത്തേക്ക് വെക്കാൻ. കാരണം ഇങ്ങനെയാണ് വെക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആക്കി പീസ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഈ സ്റ്റിച്ചോട് കൂടി ചെയ്യുന്ന ആക്കിയുണ്ട്. ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വെക്കുന്നതുണ്ട്. അത് വേഗം വിട്ടുപോകും. പെട്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലർ ചെയ്യാറുണ്ട്. എന്നിട്ട് നമുക്ക് ഇപ്പം ഈ ചീത്തവശത്തു നിന്നും ആക്കി വെക്കാനുള്ള പീസ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ആദ്യം അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഇതൊന്ന് മടക്കി അടിക്കട്ടെ കേട്ടോ. ആദ്യം നമ്മൾ ഈ പീസ് വെക്കുന്നതിന് മുമ്പ് ഈ സൈഡൊന്ന് അടിച്ചാലും മതി കേട്ടോ. നമ്മൾ ആ പീസിൻ്റെ സൈഡൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് താഴെ വരെ അടിച്ചെടുക്കാം. ഈ താഴെ അടിക്കുമ്പോൾ ഇപ്പം നമ്മൾ അകത്തേക്ക് മടക്കിയില്ലേ മറ്റേ ആക്കി വെക്കുന്ന പീസ്, അതുപോലെ ഇത് ഇച്ചിരി നീളം കൂടുതലാണ്. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ഇത് നിങ്ങളിങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കണം കണ്ടോ വെക്കുമ്പോൾ. എന്നിട്ട് വേണം ഇതിങ്ങനെ അടിക്കാനായിട്ട്. ഇങ്ങനെ അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് അടിച്ചു കൊടുക്കാം. ഇത് അകത്തേക്ക് എക്സ്ട്രാ വന്ന ഒരു പീസില്ല, അത് നിങ്ങൾ അകത്തേക്കൊന്ന് വെച്ചതിന് ശേഷം ലെവൽ ചെയ്ത് ഈ പീസ് നമ്മൾ മടക്കി അരികടിച്ചില്ലേ ആ വശം ഇങ്ങോട്ടൊന്ന് വെക്കുക. അതിന് ശേഷം ഇവിടെ നിന്നും തുടങ്ങുക അടിക്കാനായിട്ട്. ലോക്ക് ചെയ്ത് അടിക്കണം. ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് സൂചി കൊണ്ട് ആക്കി കൊളുത്ത് വെക്കാനുള്ള ഇത് പിടിപ്പിക്കുന്നുണ്ടല്ലോ, അതിന് പകരമാണെന്നുണ്ടെങ്കിൽ വെറുതെ തുണിയിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം, ആരും അങ്ങനെ ചെയ്യണ്ട, തുണി കീറിപ്പോവും. ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു തരുന്നതാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ബ്ലൗസ് സമയമില്ല ഹുക്സ് വെക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് അടിച്ചെടുക്കാം. അത് ഇങ്ങനെ കോണായിട്ട് ഇങ്ങോട്ടൊന്ന് അടിക്കുക. ഇവിടെ നമ്മുടെ കുത്തി നിർത്തി അതിന് ശേഷം ബ്ലൗസ് ഒന്ന് തിരിച്ചു കൊടുക്കുക. അതിന് ശേഷം ഈ വശത്തെ അടിക്കാനുള്ള വശത്തേക്ക് ഒന്നും കൂടി ഇങ്ങനെ അടിച്ച് നിങ്ങളൊന്ന് ലോക്ക് ചെയ്യുക. കണ്ടോ? അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിപ്പോൾ മുകളിലേക്ക് ഒന്ന് അടിച്ചെടുക്കട്ടെ. ആദ്യം തുണിയിൽ ആക്കി വെക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടോ. തുണിയെ തന്നെ ഞാൻ അടിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാമേ. ഇത് കണ്ടോ? ഇവിടെ നിന്ന് ഇവിടെ തുടങ്ങിയിട്ട് ഒരാക്കി വെക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഇവിടെ നിന്ന് കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ കോണായിട്ടൊന്ന് വരച്ച് ഇവിടെ 2 ഹുക്സ് ഇത് ഒരു ലോക്ക് ചെയ്തതിന് ശേഷം പിന്നെ മുകളിലേക്ക് അടിച്ചെടുക്കുക. അപ്പോൾ മൊത്തം ആണെന്നുണ്ടെങ്കിൽ മൊത്തം ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പീസ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് വെക്കുക. ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുക. അതിന് ശേഷം ഇത് ഇങ്ങനെ ഒന്ന് മടക്കുക. 4ആയിട്ട് മടക്കി കഴിഞ്ഞിട്ട് ഇവിടെയും താഴെയും പോയിന്റ് ചെയ്യുക. അപ്പം നമ്മൾക്ക് അങ്ങനെ തുണിയിലാക്കി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്കി പോയിന്റ് ഇടാനുള്ളതാണ് ഞാൻ പറഞ്ഞു തന്നത്. കണ്ടോ? ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആക്കി വെച്ച് കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ ആക്കിയാൽ വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തി പോയിന്റ് ഇട്ടേക്കിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് ഇതുപോലെ ചെരിച്ചടിച്ച് ഇങ്ങനെ എടുക്കുക. തുണിയെ തന്നെ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം
ഒന്നും കൂടി നിങ്ങൾ ഇങ്ങനെ അടിക്കുക, ലെവൽ ചെയ്ത് ഒന്നടിച്ചെടുക്കുക. അപ്പം ഞാൻ ആക്കി വെക്കുന്ന പീസും കൊളുത്ത് വെക്കുന്ന പീസും അടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളൊന്ന് ലെവൽ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്നിച്ച് പിടിക്കുക. അതായത് ഈ നമ്മൾ വിട്ട് നിൽക്കുന്നില്ല ആക്കി വെക്കണത്, അത് വിട്ട ഇത് കണ്ടോ, അത് വിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒന്നിച്ച് വെക്കാനായിട്ട്. ഇങ്ങനെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ ലെവൽ ചെയ്യുക. ഇവിടെ നിന്നും ലെവൽ ചെയ്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇവിടെ നമുക്ക് ഇച്ചിരിയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. ഇതുപോലെ ഒരേപോലെ വെച്ചതിന് ശേഷം കണ്ടോ, നമ്മൾ ഷോൾഡർ അടിച്ചിട്ടില്ലേ, അതൊക്കെ ഒരേപോലെ വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ വരണം നമ്മൾ അടിച്ചു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ഏറ്റക്കുറച്ചിലുണ്ട്, അതൊന്ന് പതുക്കെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചൊന്ന് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മുടെ ബ്രേസർ പട്ട വെച്ചു, ബുക്സ് വെക്കാനുള്ളത് ആക്കി വെക്കാനുള്ളത് എല്ലാം വെച്ചു. ഇനി കഴുത്തിൻ്റെ പീസാണ് വെച്ചു കൊടുക്കേണ്ടത്. അപ്പം നമുക്കിനി അടുത്ത ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്, അത് നമുക്കിനി കഴുത്തിന് എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം. അപ്പം നമ്മളിനി അടുത്തത് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ക്രോസ് പീസ് വെട്ടിയെടുക്കുന്ന രീതിയൊക്കെ ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്നും കൂടി നോക്കണം. ഇത് വെട്ടണമെന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഇനി നമ്മൾ ഇത് ക്രോസ് പീസ് അടിച്ചെടുക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരാം. നമ്മളിങ്ങനെ ക്രോസ് പീസ് വെട്ടിയെടുത്തു, അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെട്ടി കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെട്ടി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അടുത്ത പീസും ഇതിനോട് തന്നെ ഇങ്ങനെ ഒന്ന് ചെരിച്ചു വെട്ടി കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം ഈ ചെരിച്ചു വെട്ടിയ കണ്ടോ, ഇങ്ങനെ ഈ മൂല രണ്ടും കൂടെ ഇങ്ങനെ ഒന്നിച്ചു വെക്കണം. കണ്ടോ, ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്നും ഈ വശത്തേക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. എല്ലാ പീസും ഇങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ എത്രമാത്രം നീളമുണ്ടോ അത്രയും പീസ് വെട്ടിയെടുത്തതിന് ശേഷം നിങ്ങളിതൊന്ന് അടിച്ചെടുക്കണം. നിങ്ങളിങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് വെക്കാം, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത പീസ് ഇങ്ങനെ ക്രോസ് വെട്ടിയിട്ട് മറ്റേതും ക്രോസ് വെട്ടി വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇത് മുറിച്ചെടുക്കുന്നില്ല, അടുത്ത പീസ് വെക്കാൻ വേണ്ടി ഞാൻ ഈ സ്ഥലം ഒന്ന് ഇങ്ങനെ ചെരിച്ച് വെട്ടുന്നു. എന്നിട്ട് അടുത്ത പീസ് നമ്മളെടുത്തു, അതും ഇതുപോലെ ഇങ്ങനെയൊന്ന് ഇത് ചെരിച്ച് വെട്ടിയിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ വെച്ച് കാണിച്ചില്ലേ, ഇതുപോലെ തന്നെ ഒന്ന് വെക്കുക. എന്നിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് അടിച്ചെടുക്കണം. അപ്പം നിങ്ങൾ അറിയാൻ പാടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്തെടുത്തു, അതിന് ശേഷം ഈ പീസ് ഇങ്ങനെ വെച്ചു കൊണ്ട് നേരെ വന്നാണ്ടോ. അതിന് ശേഷം അത് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനില്ലെങ്കിലോ നേർത്താണ് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ കട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ അടുത്ത പീസ് ഇങ്ങനെ മറിക്കാം. അതായത് ഈ അടിച്ച വശമല്ല, നല്ല വശം എടുക്കുക. നല്ല വശം എടുത്തു, എന്നിട്ട് ഈ മൂലയൊന്ന് കട്ട് ചെയ്തു, അടുത്ത പീസ് എടുത്ത് അത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെട്ടിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്കൊന്ന് അടിച്ചു കൊടുക്കാം, കട്ട് ചെയ്യാണ്ട്. കണ്ടോ, അപ്പോൾ നമ്മളെല്ലാ കഴുത്ത് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ല അടിച്ചെടുത്തിട്ടുണ്ട്. കാണിച്ചു തരാം. ദേ കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് പീസ് ക്രോസ് പീസ് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ എക്സ്ട്രാ വന്നേക്കുന്നതൊക്കെ നമ്മളൊരു 1/4 ഇഞ്ച് വിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ. എല്ലാം അങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മൾ കഴുത്ത് വയ്ക്കാൻ പോവാണ്. പീസ് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ പീസ് യോജിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പം അത് ശ്രദ്ധിക്കണം. ഈ അടിച്ച പീസ് ഇങ്ങനെ വെച്ചിട്ട് ബ്ലൗസിലേക്ക് പിടിപ്പിക്കരുത്. ഇതെപ്പോഴും ഇങ്ങനെ മുകളിലേക്ക്, അതായത് നല്ല വശവും അടിച്ച ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ നല്ല വശവും ബ്ലൗസിൻ്റെ നല്ല വശവും കൂടെ ഒന്നിച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് കഴുത്ത് അടിച്ചെടുക്കാനായിട്ട്. ആദ്യം വെക്കുമ്പം ഇതൊന്ന് അകത്തേക്ക് മടക്കുക ഇങ്ങനെ. അതിന് ശേഷം നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ആക്കി വെക്കുന്ന പീസിലേക്ക് വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് വെച്ച് അടിച്ചെടുക്കണം. നമുക്കൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾ ഒരിക്കലും വലിച്ചടിക്കണ്ട, പതുക്കെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒത്തിരി വലിക്കുകയൊന്നും വേണ്ട. അപ്പോൾ കഴുത്തിന് ചിലപ്പോൾ വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചില തുണികൾ ഒത്തിരി വലിയുന്ന തുണികളുണ്ട്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പതുക്കെ ഒന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ്, ഷോൾഡർ കൂട്ടിയ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വെച്ചിട്ട്, അതായത് പുറകിലെ പീസിൻ്റെ അങ്ങോട്ട് വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ അടിക്കാനായിട്ട്. നമുക്ക് മൊത്തം അറ്റം വരെ, ഇപ്പുറത്തെ വശം തൊട്ട് ഇങ്ങനെ അറ്റം വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം.
ഉണ്ടോ? ആ അടിച്ച നമ്മുടെ തയ്യൽ തുമ്പ് കാണുന്ന കണ്ടോ? അതുപോലെ കാണുന്ന രീതി വേണം. നല്ല വശവും കൂടെ മുഖത്തോട് മുഖം ഇട്ടിട്ട് വേണം നിങ്ങളിങ്ങനെ അടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ പീസ് യോജിപ്പിക്കുന്നതിലും ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിപ്പോയാൽ ചിലപ്പോൾ മുകളിലേക്ക് വരും, ചിലപ്പോൾ അടിയിലേക്ക് വരും. അങ്ങനെയൊന്നും വരാണ്ട് നിങ്ങൾ നോക്കണം. അതുപോലെ ഷോൾഡർ പീസിൻ്റെ അതേ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് വെച്ചതിന് ശേഷം വേണം അടിക്കാനായിട്ട്. അതായത് ഇത് കണ്ടോ, ഇങ്ങോട്ട് ബാക്ക് വശത്തേക്ക് വെച്ച് മറിച്ച് വെച്ചിട്ട് വേണം നമ്മുടെ കഴുത്തിൻ്റെ പീസ് ഇങ്ങനെ യോജിപ്പിക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഹുക്സിൻ്റെ വശത്തേക്കാണ് വരുന്നത്. അങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലെവൽ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട്, എന്നുവെച്ചാൽ ഒരേ രീതിയിൽ വരണം, ഒരേ ലെവൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന കേട്ടോ. ഇങ്ങനെ ഒന്നിച്ച് നിങ്ങളൊന്ന് ഇവിടെ ലെവൽ ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ പിടിച്ച് കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഈ തയ്യൽ തുടങ്ങിയിട്ടില്ലേ ആക്കിയുടെ, ആ ആക്കിയുടെ സ്റ്റിച്ച് വന്നേക്കുന്ന വശം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പീസ് അടിച്ചടിച്ച് വരുമ്പോൾ ഈ പോയിന്റ് ചെയ്തത് കൂടി അടിച്ചെടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ കയറി ഇറങ്ങിയും പോകും. അങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പം ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞില്ലേ. ദേ കണ്ടോ, നമ്മളിങ്ങനെ വെക്കുമ്പം ഈ അടിച്ച ലെവൽ കണ്ടോ, നമ്മൾ തുടങ്ങിയ വശത്തിൻ്റെ സ്റ്റിച്ചും ഈ സ്റ്റിച്ചും കൂടെ ഇങ്ങനെ ഒന്നിച്ച് വന്നാലേ കണ്ടോ ഒരേപോലെ വരണം. ഇതുപോലെ ഒരേപോലെ നമ്മളിങ്ങനെ മറിച്ച് എടുക്കുമ്പം മറിച്ചിങ്ങനെ അല്ലെങ്കിൽ ഒന്നിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോയിന്റ് ഇട്ടിട്ട് നിങ്ങൾ ഫിനിഷ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഒരു കാര്യം ചെയ്യണം. നമ്മളിപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തു, അതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഇതിവിടെ ഈ തയ്യൽ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമുക്ക് ശരിക്കും മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ പതിച്ചടിക്കുമ്പോൾ ചിലപ്പം മറിഞ്ഞ് കിട്ടൂല. അതായത് വളഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് കയറി പോകാണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അറ്റം വരെ. അപ്പോൾ ബാക്കി ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാൻ കേട്ടോ. ഇച്ചിരി കൂടുതൽ തുണിയാണ് നിങ്ങൾ എടുത്തതെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിങ്ങൾക്ക് കട്ടും ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഇതിങ്ങനെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കട്ട് ചെയ്തു. അതിന് ശേഷം ഇതൊന്ന് ഇങ്ങോട്ട് ഈ തയ്യൽ തുമ്പ് രണ്ടും അകത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ബ്ലൗസിലേക്ക് കയറി പിടിക്കരുത് കേട്ടോ. നമ്മൾ തയ്യൽ തുമ്പ് വെച്ചേക്കുന്ന വശത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ഹുക്സിൻ്റെ പീസിൽ മുകളിൽ അടിച്ചില്ലേ, അത് അകത്തേക്ക് പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇതൊന്ന് അകത്തേക്ക് മറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അകത്ത് മറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് പതിച്ചടിക്കാൻ പറഞ്ഞത്. അല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആദ്യമേ പതിച്ചടിക്കാൻ ഒരു രീതിയുണ്ട്. അത് ഞാനിപ്പോൾ ഒന്ന് നിങ്ങളിത് അടിച്ചതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. അതായത് ഇത്രയും ഞാൻ പതിച്ചടിച്ചു. ഇനി പതിച്ചടിക്കാത്ത രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളിങ്ങനെ മറിച്ച് വെച്ചിട്ട് പതിച്ചടിച്ചിട്ട് ഇങ്ങനെ മറിക്കുന്ന രീതിയാണ് കാണിച്ചത്. വേണ്ടോ, ആ അടിച്ച വശം നമ്മുടെ അകത്തേക്ക് വെക്കും. എന്നിട്ടാണ് നമ്മൾ ഹിമ്മിങ് ചെയ്യുന്നത്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ പതിച്ചടിക്കാണ്ട് ഒന്നിച്ച് തന്നെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇപ്പം ഞാൻ ഇവിടം വരെ പതിച്ചടിച്ചു. ഈ ഊരി എടുത്തതിന് ശേഷം ഇത് കണ്ടോ, പതിച്ചടിക്കാതെ കാണിക്കണത് ഇങ്ങനെയാണ്. ഇങ്ങനെ നമ്മൾ ആ ഇത് മടക്കി വെക്കുക കണ്ടോ. ഈ തുമ്പ് ഇങ്ങനെ അകത്തേക്ക് മടക്കിയതിന് ശേഷം ഇനി പതിച്ചടിക്കാം. ഇനി പതിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് സ്റ്റിച്ച് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിലേക്കൂടും കൂടെ അറ്റം വരെ അടിച്ചെടുത്താൽ അത് ആദ്യമേ തൊട്ട് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ രണ്ട് രീതി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഒന്ന് ആദ്യം പതിച്ചടിച്ചതിന് ശേഷം മറിക്കുന്നത്, രണ്ടാമത് ഇത് മറിച്ച് ഒന്നിച്ച് മറിച്ചിട്ട് ഇങ്ങനെ പതിച്ചടിക്കുന്ന രീതി. ഇതേ ഞാനിതൊന്ന് നിങ്ങളെ ഒന്ന് അടിച്ച് കാണിക്കാം. ഇതേ ഇപ്പം ഞാനൊന്നും കൂടെ അടിച്ച് കാണിക്കാം. രണ്ട് രീതിയിൽ നമുക്ക്
കഴുത്തിൻ്റെ പീസ് അടിച്ചു കൊടുക്കാം കേട്ടോ. അതെ, ഇതിപ്പോൾ നമ്മൾ പതിച്ചടിക്കാണ്ട് വെറുതെ പീസ് മടക്കിയിട്ട് അടിക്കുന്ന രീതിയാണ്. ഇച്ചിരി വീതി കുറവ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ വീതി കുറച്ചിട്ട് ഇങ്ങനെ പടി വെച്ചാൽ മതി. കണ്ടോ, അടിച്ചാൽ മതി. അപ്പോൾ വീതി കുറഞ്ഞും കിട്ടുവേ. കണ്ടോ, ഇതാണ്. കണ്ടോ, ഇപ്പോൾ 2 രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒന്ന് ആദ്യമേ പതിച്ചടിച്ചതിന് ശേഷം ഈ വശം ഇങ്ങനെ ഒന്നും കൂടി അടിക്കും, ഇങ്ങനെ ഒന്നും കൂടി അടിക്കും. എന്നിട്ട് ഞാൻ ഇതിങ്ങനെ മറിച്ച് കൊടുത്തിട്ട് ഹിമ്മിങ് ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെ ഹിമ്മിങ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പം ഞാൻ മറിച്ച് പതിച്ചടിക്കാണ്ട് പീസ് വെച്ചതാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് തന്നെ ആ ഒരടിയോട് കൂടി ഇത് നമുക്ക് കഴുത്ത് ഹിമ്മിങ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ മറിച്ച് കൊടുത്താൽ കണ്ടോ, കണ്ടോ, ഇങ്ങനെ ഹിമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഒരടി ഒഴിവാക്കാം. ഇപ്പം ഞാൻ ആദ്യം കാണിച്ചത് 2 ആദ്യം അടിച്ചതിന് ശേഷം മടക്കുന്ന രീതി. ഇത് നമ്മൾ പതിച്ചടിക്കാണ്ട് മടക്കുന്ന രീതിയാണിത്, ഹിമ്മിങ് ചെയ്യാൻ. ദേ കണ്ടോ, അപ്പോൾ ഇത് ഒരേ ലെവലിൽ കിട്ടും. ഇവിടെ നമുക്ക് ഹിമ്മിങ്ങും ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 രീതിയിലും അടിക്കാം. ആദ്യമേ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. പതിച്ചടിച്ചതിന് ശേഷം ചെറുതായി മടക്കി അടിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വീതി കൂടുതലാണ് വെട്ടിയെടുത്തത്. ഇതിപ്പോൾ നമ്മൾ പതിച്ചടിച്ചതിന് ശേഷം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേ ഈ തുമ്പ് ഇങ്ങനെ വെക്കുക. അപ്പോൾ വീതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാം. വീതി കുറവാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതകത്തേക്ക് ഇങ്ങനെ മറിച്ചതിന് ശേഷം ഈ വശത്ത് നിങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് ഈ ലെവലിൽ തന്നെ ഇങ്ങനെ ഇതെല്ലാം അടിച്ചെടുക്കണം. അപ്പം ഏറ്റവും കൂടുതൽ സൗകര്യം ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ചു തന്നില്ല, അത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആദ്യമേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പഠിക്കുക. പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒറ്റ ഇതിൽ തന്നെ ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അപ്പോൾ നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് ഹിമ്മിങ് ചെയ്യുന്ന രീതിയും കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അറിയാലോ പതിച്ചടിച്ചത് കൊണ്ടാണ് ഞാൻ ആദ്യമേ രണ്ടാമത് ഇതിൻ്റെ അരികെ അടിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഒരേ ലെവലിൽ ഈ അറ്റത്ത് വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറിച്ച് ഹിമ്മിങ് ചെയ്യാം. അപ്പോൾ ഇച്ചിരി തയ്യൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇതേ കണ്ടോ, ഈ ലെവലിൽ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇത് അകത്തേക്ക് ഇങ്ങനെ മറിക്കും. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ ഇവിടെ ഹിമ്മിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ അടി വരില്ല മറ്റേ രീതിയിൽ ചെയ്താൽ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം, മറ്റേ രീതിയിലും ചെയ്യാം. അതാണ് 2 രീതിയിലാണ് നിങ്ങളിപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒന്ന് അടിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ കഴുത്തൊക്കെ അടിച്ചെടുത്തു. ഇനി നമുക്ക് കൈ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ കൈ പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് കണ്ടോ, ഇവിടെ കുറച്ച് തുണി വെച്ചിട്ടുണ്ട്. നമുക്ക് കൈക്ക് ഇച്ചിരി വണ്ണം കുറവായിരുന്നു. അപ്പോൾ ഞാൻ ആ കൈക്കുഴിയിൽ പീസ് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. ഞാൻ നേരത്തെ അടിച്ചു വെച്ചതാണ് തികയാത്തതുകൊണ്ട്. അപ്പം ഞാൻ കൈ പിടിപ്പിക്കാൻ പോകുന്നതാണ്. ആദ്യമേ ഇവിടെ നമ്മളൊരു കൈയുടെ അവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റും ഷോൾഡറും കൂടെ ഒന്നിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ കൈ പിടിപ്പിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടടിക്കും, ഇവിടുന്ന് അങ്ങോട്ടും അടിക്കും. അല്ലാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ അടിച്ചെടുക്കാം, ഇവിടെ നിന്ന് തുടങ്ങാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇവിടെ ഷോൾഡറിൽ നിന്നും അടിച്ച അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തയ്യൽ തുമ്പ് എങ്ങോട്ടാണ് മറിച്ച് വെച്ചേക്കുന്നത് വെച്ചാൽ ആ വശത്തേക്ക് വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പോൾ പോയിന്റ് ചെയ്തത് വശം കൂടെ കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നിങ്ങളിങ്ങനെ കൈക്കുഴി പീസ് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കി വേണം. അടിച്ച വശം നല്ല വശവും കൂടെ ഷോൾഡർ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അടിച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ തിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കൈ അടിച്ചെടുക്കാം. ഒരു വശം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വശവും ഞാൻ അവിടെ തന്നെ തുടങ്ങുന്നത് കണ്ടോ. ഒരു വശം ഈ ഷോൾഡറിൻ്റെ ഈ വശത്തു നിന്നും യോജിപ്പിച്ച വശത്തു നിന്നാണ് തുടങ്ങിയേക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇവിടെ നിന്നും അങ്ങോട്ടും കൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. രണ്ടാമത്തെ ആ ഷോൾഡറിൻ്റെ നമ്മൾ അടിച്ച വശത്തു നിന്നും പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക്, അതായത് ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് അടിക്കാം. അല്ലെങ്കിൽ ഞാനിങ്ങനെ പകുതി വെച്ചാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നിങ്ങൾ അടിച്ചു വരുമ്പം
ലാസ്റ്റ് അടിച്ചു വരുമ്പോൾ ഞാൻ എല്ലാത്തിനും ഓരോ പോയിന്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നില്ലേ. അപ്പോൾ ഈ കൈക്ക് ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കാം. അതായത് നമ്മൾ ആദ്യം തുടങ്ങിയ വശമുണ്ട് കൈയുടെ, ആ വശവും ഇപ്പോൾ നമ്മൾ ഈ കൈയുടെ വശമില്ലേ, ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോകുന്ന വശം, ഫിനിഷ് ചെയ്ത വശവും ഫിനിഷ് ചെയ്യാൻ പോകുന്ന വശവും കൂടെ നിങ്ങളുടെ ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം, ഇപ്പം നമ്മൾക്ക് ഇവിടെ അടുപ്പ് വന്നിട്ടില്ലേ, ഈ നമ്മൾ ആദ്യം തുടങ്ങിയ വശത്ത് ഒരു അടുപ്പ് വന്നില്ലേ, ആ അടുപ്പും ഈ ഫിനിഷ് ചെയ്യാൻ പോകുന്ന വശത്തെ അടുപ്പും കൂടെ ഒപ്പം പിടിച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഈ അടുപ്പും ഈ ഇവിടെ ഫിനിഷ് ചെയ്ത് വരുന്ന അടുപ്പും ഒരേപോലെ കിട്ടും. അപ്പം നമുക്കതൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഈ താഴെ നിന്നും കൈയുടെ ഈ താഴെ നിന്നും ഒന്നിച്ചിങ്ങനെ പിടിച്ചതിന് ശേഷം ഇതാ ഈ അടിച്ചു വന്ന വശവും ഇതും കൂടെ നമ്മൾക്കൊന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഈ അടുപ്പ് വന്നേക്കുന്നതിൻ്റെ ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കാം, അടിക്കാത്ത വശത്ത്. അപ്പം നമുക്ക് ഈ രണ്ട് അടുപ്പും കൂടെ ഒന്നിച്ച് വരും കേട്ടോ. ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് പോയിന്റ് ചെയ്തിട്ട് ഒന്നടിച്ചെടുക്കാം. അപ്പോൾ ഒന്നിച്ച് വന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ആ പോയിന്റ് ഇട്ട് ചെയ്യാൻ പറഞ്ഞ് എന്തിനാന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചും ഈ രണ്ട് സ്റ്റിച്ചും ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോയിന്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞത്. അതായത് നമ്മൾ കൂട്ടി അടിക്കുമ്പം ഈ രണ്ട് സ്റ്റിച്ചും ഒരേപോലെ വരണം, അല്ലെങ്കിൽ കയറി ഇറങ്ങി നിൽക്കും. ഇങ്ങനെ അടിക്കുമ്പോൾ ഇങ്ങനെ ഒരേപോലെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോയിന്റ് ചെയ്ത് നിങ്ങളോട് അടിക്കാൻ പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി മറ്റേ കൈ കൊണ്ട് ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് രണ്ടാമത്തെ കൈയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം മറ്റേ ഒരു കൈ വെക്കുന്ന കാണിച്ച പോലെ തന്നെ നിങ്ങൾ ഇതിങ്ങനെ അടിച്ചെടുക്കുക. ലാസ്റ്റ് വരുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ നോക്കി ഒരടയാളപ്പെടുത്തിയതിന് ശേഷം നിങ്ങൾ മറ്റേ വശം അടിച്ച് എടുക്കണം. ഞാനത് കാണിക്കുന്നില്ല, ഞാനിതൊന്ന് ഓടിച്ച് അടിച്ചെടുക്കുവാണേ. അപ്പം ഞാൻ ഓപ്പോസിറ്റ് വശവും കൂടെ അടിച്ചു. അപ്പോൾ രണ്ട് കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ രണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ രണ്ട് കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് കൈ നീളം നിങ്ങൾ നോക്കണം. കൈ നീളം എത്രയാണോ നിങ്ങൾ എടുത്തേക്കണമെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഒന്നിച്ച് വെച്ചതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും കൈ നീളം പിടിക്കുക. എത്രയാണോ നിങ്ങൾ അടയാളപ്പെടുത്തുകയെന്ന് വെച്ചാൽ അത് അടയാളപ്പെടുത്തുക. നമ്മളിപ്പോൾ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് വെച്ചു. അതിനുശേഷം 9 അടയാളപ്പെടുത്തി. അതിനുശേഷം ഇവിടെ ഈ നേരത്തെ ഞാൻ ചെറുതായിട്ട് മടക്കി അടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മടക്കി എടുത്തു കൊടുക്കണം ആദ്യം. എന്നിട്ടാണ് നമ്മൾ ഈ 9ലേക്കൊന്ന് മടക്കി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ഇത് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാം. കൈ മറിച്ച് കൊടുക്കാം. ഹിമ്മിങ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നത്. രണ്ട് കൈയും നിങ്ങൾ ഇങ്ങനെയൊന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൈനീളം 9 ഒന്ന് അടയാളപ്പെടുത്തി. ആദ്യം നമ്മൾ ഇതൊന്ന് ചെറുതായിട്ട് മടക്കി അടിച്ചു. ഇനി ഇത് ഇങ്ങനെ അകത്തേക്ക് പോകണം, ഇങ്ങനെ മനസ്സിലായി? ഇത് ഇങ്ങനെ, അതായത് ഇനി നമ്മൾ ഇവിടെയാണ് അടിച്ചെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൈനീളം ഇവിടെ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൈവണ്ണം എത്രയാണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്കൊരു 6.5 അടയാളപ്പെടുത്താം. 6.5 ഇവിടെ 6.5 അടയാളപ്പെടുത്തി കൈ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം എന്നിട്ട് ഇവിടെ 6.5 ആണെങ്കിൽ ഇവിടെ ഞാൻ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഒരു 2.5 ഇഞ്ച് കൂടെ കൂട്ടും. 6.5, 7.5, 8.5 ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തും. ഞാൻ എടുക്കുന്ന രീതിയാണ് കേട്ടോ. 8.5 ഇവിടെ അടയാളപ്പെടുത്തി. ഷോൾഡറിൽ നിന്നും ഇവിടെ നിന്നും നമ്മളിങ്ങനെ ഒന്ന് 8.5 അടയാളപ്പെടുത്തി. അതിന് ശേഷം ഈ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ അവിടെ നിന്നും ഞാൻ ഇങ്ങോട്ടാണ് ജസ്റ്റ് അടിച്ചു കൊടുക്കും. കണ്ടോ, നമ്മളിവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നിന്നും അടിക്കും. അതിന് ശേഷം നമ്മുടെ ഓടലിൻ്റെ വണ്ണം, അതായത് ഇടുപ്പിൻ്റെ വണ്ണം എത്രയാണോ അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തും. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു 8.5 അടയാളപ്പെടുത്താം. വണ്ണം എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു 8.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി ഇവിടെ നിന്നും ഇങ്ങോട്ട് യോജിപ്പിക്കും.
അപ്പോൾ ബാക്ക് പീസ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസിൻ്റെ പട്ട വെച്ചതിന് ശേഷം അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കൈനീളം 9 വെച്ച് അടയാളപ്പെടുത്തി ആ തുണി അകത്തേക്ക് ഇവിടെ നമ്മൾക്ക് ഹിമ്മിങ് ചെയ്യാനുള്ളതാണ്. അത് മറിച്ച് വെച്ചു, കൈവണ്ണം അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്നും ഇങ്ങോട്ട് അടിക്കും. ഇവിടെയും അടയാളപ്പെടുത്തണം, ബാക്കിലും അടയാളപ്പെടുത്തണം, എന്നിട്ട് വേണം അടിക്കാനായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയ ശേഷം ബാക്ക് പീസ് ബാക്കിലൊരു നമ്മളൊരു പട്ട വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് മറിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് ഇതിങ്ങനെ വെച്ച് ജസ്റ്റ് ഇവിടെ ഒന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ പട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അകത്തേക്ക് ഇങ്ങനെ മറിക്കാം. അതല്ലാണ്ട് തുണി ഇവിടെ കൂടുതലിട്ടിട്ട് മറിക്കുന്നവരും ഉണ്ട്, ഇങ്ങനെ ജസ്റ്റ് ചെറുതായി അടിച്ചിട്ട് ഇത് ഇങ്ങനെ മറിക്കുന്നവരും ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ പട്ട വെച്ച രീതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇറക്കം എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്താലും മതി, അങ്ങനെയും ചെയ്യാം. അത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തു വരും. ഇപ്പോൾ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഈ പട്ട ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പട്ട വെച്ച് കൊടുക്കട്ടെ കേട്ടോ. ഇതേ നമ്മൾ ബാക്കിൽ പട്ട വെക്കാനുള്ള ഒരു പീസ് ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്, നീളം കിട്ടാത്തതുകൊണ്ട്. അത് നമ്മളിവിടെ ഇപ്പം അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ വെച്ചൊന്ന് ഇങ്ങനെ അടിക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ച് അറ്റം വരെ ഇപ്പുറത്തെ വശം വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പോൾ കൂടുതൽ തുണി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരളവ് എടുക്കാതെ ഇങ്ങനെ അടിച്ചുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ വന്നേക്കുന്നത് കേട്ടോ. നമ്മൾ അളവെടുക്കുമ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ തന്നെ നിൽക്കുവേ. പട്ട വെക്കാനുള്ള രീതി കാണിച്ചു തരുന്നതാണ്. തുണി കൂടുതൽ വന്നല്ലോ എന്നൊന്നും ആരും പറയണ്ട. ഇത് ഞാൻ കൂടുതൽ ഇട്ടേക്കുന്ന ഒരളവില്ലാണ്ട് എടുത്താണ്. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നമ്മൾ ഈ തയ്യൽ തുമ്പ് വരുന്ന വശത്തേക്ക് വെച്ചതിന് ശേഷം ഇവിടെയും കൂടെ ഒന്ന് പതിച്ചടിക്കുക. അത് നമ്മളിപ്പോൾ ഞാൻ ബുക്സിൻ്റെ ഒക്കെ കാണിച്ചതുപോലെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പതിച്ചടിക്കാൻ പറയുന്നത്. പട്ട പതിച്ചടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ അരിക ചെറുതായിട്ട് മടക്കി അടിച്ചില്ലേ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇത് തേരുള്ളതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ഇത്രയും വീതി നമുക്ക് ബാക്കിൽ വേണ്ടാത്തത് കൊണ്ട് ഒരു ബാക്കിൽ ഇത്രയൊക്കെ വീതി മതി നമ്മുടെ പട്ടയ്ക്ക്. അപ്പോൾ അതനുസരിച്ചുള്ള തുണി നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ കൂടുതലാവുകൊണ്ട് ഞാനിതൊന്ന് മടക്കി അടിക്കുകയാണേ. ഇതും ഹിമ്മിങ് ചെയ്ത് കൊടുക്കാനുള്ള പീസാണ് കേട്ടോ ഈ പട്ട. നമ്മൾ ബാക്കിൽ പീസ് പട്ട വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ വണ്ണം, അതായത് ടോട്ടൽ വണ്ണം വട്ടത്തിൽ പിടിക്കുമ്പോൾ എത്രയാണോ, ഇപ്പോൾ ബാക്കിൽ 14 ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും 14 വരുന്നത്. അപ്പോൾ 28. അപ്പോൾ രണ്ട് വശവും 14 വെച്ച് നിങ്ങൾ അടയാളപ്പെടുത്തണം. അപ്പോൾ ഇത് നിങ്ങൾ ടോട്ടൽ 14 അടയാളപ്പെടുത്തിയാൽ ഫ്രണ്ട് പീസിൽ 7 ആയിട്ടാണ് വരുന്നത് രണ്ട് വശമില്ലേ. അപ്പോൾ ഒരു വശം 7 എടുത്താൽ ഒരു വശം 7 എടുക്കുക. അപ്പോൾ ആ ബാക്കിൽ പീസ് നമുക്ക് 14 എടുക്കേണ്ടി വരും. 14 ഞാനൊരു ഏകദേശം പറഞ്ഞു എന്നേ ഉള്ളൂ. വണ്ണം എത്രയാണോ, ഇപ്പോൾ 30 ടോട്ടൽ വണ്ണമെങ്കിൽ അത് 15 നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തണം. ബാക്കി നമ്മുടെ ഫ്രണ്ടിലെ പീസിലേക്കുമാണ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം എത്രയാണെന്ന് വെച്ചാൽ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്താം. ഇപ്പോൾ ഈ തുണി ഞാൻ കൂടുതൽ എടുത്തേക്കുന്നുണ്ട്. ഈ തുണി നമ്മൾ മൊത്തം അളന്നാൽ 21 അതായത് ടോട്ടൽ വണ്ണം 42 വരുന്നത്. അപ്പുറം ഇപ്പുറയും കൂടെ കൂടുമ്പോൾ ബാക്കും ഫ്രണ്ടും കൂടെ കൂടുമ്പോൾ 42 വരുന്നുണ്ട്. പക്ഷെ ഇത്രയും നമുക്ക് വേണ്ട കേട്ടോ, അത് ഞാൻ കൂടുതൽ ഇട്ടേക്കണം. അപ്പോൾ ഇത്രയും കൂടുതൽ തുണിയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു 14 മതി എന്ന് വെച്ചു. നമുക്കിപ്പോൾ 28, 29 വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 14 അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമ്മൾ ഇവിടെ 14 ഒന്ന് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് 14 ഒന്ന് അടയാളപ്പെടുത്തുക. ബാക്കി തുണി എത്രയുണ്ടെന്ന് നോക്കുക. ടോട്ടൽ ഒരു ഏകദേശം രൂപം പറഞ്ഞു തരുന്ന കേട്ടോ. ഇപ്പൊ ബാക്കി 6.5 ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 3.25 ഇവിടെ നിന്നും ഒരു 3.25 3.5 നിങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ നിന്നും ഈ അടയാളപ്പെടുത്തിയെടുത്ത് നിന്ന് നമ്മൾ 14.5 അടയാളപ്പെടുത്താം. അതായത് നമ്മുടെ വണ്ണം. അപ്പൊ ഇവിടെ കണ്ടോ, ഇത് നമ്മൾ ഇവിടുന്ന് അടിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു കണക്ക് പറഞ്ഞത്. ഏകദേശം ഇത്രയും വലിയൊരു വണ്ണം അല്ല വരുന്നത്. അപ്പോൾ 28 മതി, 29 മതി എന്നുണ്ടെങ്കിൽ 14.5. അപ്പോൾ ഫ്രണ്ട് വശം 7.25 മതി, രണ്ട് വശം 7.25
ഇത് 14.5. അപ്പോൾ 14.5 കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിന് ടോട്ടൽ വണ്ണം പിടിച്ചിട്ട് 14.5 അടയാളപ്പെടുത്തിയതിന് ശേഷം ബാക്കി തുണി എത്രയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പകുതി നമുക്ക് ഇവിടെ നിന്നും ഇവിടെ ഈ വശത്തു നിന്നും നമുക്ക് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ വണ്ണം കറക്റ്റായിട്ട് ഇവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പം ഞാനിവിടെ 3.25 വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2 വശവും വിട്ടിട്ടുണ്ട് 3.25 ബാക്കി 14.5 ഉണ്ട്. അത് നമുക്ക് ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഇവിടെ നിന്നാണ് യോജിപ്പിച്ച് വരുന്നത്, ഇങ്ങോട്ടാണ് യോജിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ പോയിന്റിലേക്കാണ് നമ്മൾ യോജിപ്പിച്ച് വരുന്നത്. അപ്പോൾ നമുക്കിനി കൈ മടക്കിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ വണ്ണം നമുക്ക് ഏകദേശം രൂപം ഒരു 6.5 ഒന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് 2.5 ഇഞ്ച് ഞാൻ ഈ ഷോൾഡറിൻ്റെ ഇവിടെ നിന്നും ഇങ്ങനെ ഒന്ന് പിടിക്കും. 2.5 എന്ന് പറഞ്ഞാൽ 6.5യുടെ കൂടെ 2.5 കൂട്ടം 6.5, 7.5, 8.5 വരുന്നത്. 8.5, 8.75 എടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഒന്ന് പോയിന്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ കൈവണ്ണം അടയാളപ്പെടുത്തിയതിന് ശേഷം ഇങ്ങോട്ടൊന്ന് വരയ്ക്കും. അതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ചെയ്തിട്ടില്ലേ, ഇപ്പോൾ 14.5 വെച്ച് കണ്ടോ, ആ പോയിന്റിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചിടുക. ആദ്യമേ ഒന്ന് വരച്ചിടുക, അന്നേരം നമുക്ക് കൃത്യമായിട്ട് ഈ ലെവലിൽ കൂടെ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലെവൽ കിട്ടൂല കേട്ടോ. അപ്പം ഇത് നമ്മൾ ബാക്കിലെ പീസാണ് ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഇനി ഫ്രണ്ടിലെ പീസ്, ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ പീസ്. അപ്പം നമുക്കൊരു 7.25 മതി. അപ്പം നമ്മൾ ഇവിടെ നിന്നും, അതായത് ഇത് ഹുക്സ് വെക്കണം അല്ല ആക്കി വെക്കണ പീസാണ്, അത് വിട്ടിട്ട് വേണം. അത് എന്തോരം ഉണ്ടെന്ന് വെച്ചാൽ ആ വിട്ടിട്ട് വേണം നിങ്ങളിവിടെ 7.25, 7.5 ഒക്കെ അടയാളപ്പെടുത്താനായിട്ട് കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് 7.5 അടയാളപ്പെടുത്താം. അതിന് ശേഷം നമുക്ക് ഈ കൈ ഇവിടെ നിന്നും അടിച്ചു കൊടുക്കാം. ഇവിടെ കുത്തി നിർത്തി നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കൈക്കുഴിയുടെ സ്റ്റിച്ച് ഒരേപോലെ ആണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ താഴേക്ക് അടിക്കാനേ കേട്ടോ, അല്ലെങ്കിൽ ഏറ്റക്കുറിച്ചിൽ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ യോജിപ്പിക്കുകയാണ്. നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും അടയാളപ്പെടുത്തിയിട്ടില്ലേ, അങ്ങോട്ട് ഈ പട്ട ഇങ്ങനെ മറിച്ച് അകത്തേക്ക് വയ്ക്കുക. ഹിമ്മിങ് ചെയ്യാനുള്ള ഭാഗമാണ്. എന്നിട്ട് ഫ്രണ്ടിൽ പോയിന്റ് ചെയ്തിട്ടില്ല, അത് രണ്ടും കൂടെ ഒന്നിച്ച് പിടിച്ച് അടിച്ചെടുക്കുക. ഇത് തുണി ഒത്തിരി മിച്ചം വന്നിട്ടുണ്ട്, വണ്ണം കൂട്ടി ഞാൻ അങ്ങോട്ട് ഇട്ടതാണ്. തയ്യൽ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ, ഒരളവല്ല ഇത്. ഇങ്ങനെ ലോക്ക് ചെയ്ത് എടുക്കുക. നമുക്ക് ഇത്രയും തുണി മിച്ചമൊന്നും വരില്ല കേട്ടോ അളവെടുത്തൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി മറ്റേ വശം കൂടെ ഒന്ന് അടിച്ചെടുക്കട്ടെ. നിങ്ങൾ രണ്ടാമത്തെ കൈ അടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ കൈയുടെ വണ്ണമൊക്കെ എടുത്തിട്ടില്ലേ, അപ്പോൾ ആ വണ്ണം ഈ അടിക്കാനുള്ള കൈയും അടിച്ച കൈയും കൂടെ ഒന്നിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 2 കൈയുടെ വണ്ണം ഒരുപോലെ കിട്ടും. ചിലവർക്ക് ഇടത് കൈക്ക് വണ്ണം കൂടുതൽ കാണും, ചിലർക്ക് വലത് കൈക്ക് ഒരു കൈക്ക് വണ്ണം കൂടുതലൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ അളവെടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അളവ് ബ്ലൗസ് കൊണ്ടുവരുന്നവരാണെങ്കിൽ ആ വണ്ണം അടയാളം വെച്ച് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കൈവണ്ണം നോക്കി അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സ്റ്റിച്ചും ഈ ഫിനിഷ് ചെയ്യുന്ന ഈ മൂലയ്ക്ക് കൈക്കുഴിയുടെ അവിടെ വരുന്ന സ്റ്റിച്ച് ഒരുപോലെ ഇരിക്കണം കേട്ടോ. ഒരേ ലെവലാണോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ താഴെ വരെ അടിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ഏകദേശം തീർന്നു കഴിഞ്ഞു കേട്ടോ ബ്ലൗസ്. അപ്പോൾ എല്ലാവരും ഇത് ശരിക്കും ഒരു ചെറിയ തുണി മേടിച്ചോ അല്ലെങ്കിൽ റഫായിട്ട് തുണി എടുത്തോ നിങ്ങൾ തയ്ച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഏതെങ്കിലും വില കുറഞ്ഞ തുണി മേടിച്ച് അടിച്ച് നിങ്ങൾക്ക് തന്നെ ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കുക. പക്കയാണെന്ന് തോന്നി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്ച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾക്കൊരു പേടി വരില്ല. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പം ഞാനത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലൗസ് ഫിനിഷായി കണ്ടോ, ടക്സൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം നിങ്ങൾ ഒരു റഫ് തുണിയിൽ ആദ്യം തയ്ച്ച് പഠിക്കുക. പിന്നെ കൈയുടെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ മടക്കി വെച്ചിട്ട് ഹിമ്മിങ് ചെയ്യണം. അതൊന്നും ഇപ്പം സമയമില്ല. മടക്കി അളവനുസരിച്ച് ഹിമ്മിങ് ചെയ്യണം. ദാ ബ്ലൗസ് ഞാൻ എടുത്ത് കാണിക്കാം. ദാ കണ്ടോ. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് തയ്യൽ പഠിച്ചിട്ട് കമൻ്റ് ഇടുക, ഞാൻ തയ്ച്ച് കഴിഞ്ഞു എന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇനിയും സമയം അനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് തരാം. ഇത് ഒരു പെട്ടെന്ന് എളുപ്പത്തിന് ഒരളവും ഇല്ലാണ്ട് തയ്ച്ചെടുത്തതാണ്. അപ്പം എല്ലാവരും ബ്ലൗസ് തയ്ച്ച് പഠിക്കുക. അപ്പം മറക്കണ്ട, നിങ്ങൾക്കൊരു മെഷീനും പിന്നെ 3 പ്രോത്സാഹന സമ്മാനവും ഞാൻ 50,000 സബ്സ്ക്രൈബേഴ്സ് ആവുമ്പം ചെയ്യുന്നുണ്ട്.
അത് ഞാൻ കമൻസിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഫസ്റ്റ് ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊരു 7.5 ലക്ഷം വ്യൂവേഴ്സ് ഉണ്ട്. അതിൽ ഒത്തിരി പേര് തയ്യൽ പഠിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നല്ല ഈസിയായി പഠിച്ചു വെച്ചെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. എനിക്കത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇത് ഞാൻ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അളവ് ബ്ലൗസ് ഇട്ട് അത് വെട്ടി കട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന രീതി ഞാൻ ചെയ്തു തരാം. പിന്നെ കട്ടിങ് ചെയ്യുന്ന വീഡിയോ പലതും ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം. അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് ബ്ലൗസ് തയ്ച്ച് പഠിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ.